എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബൈബിളിലെ വളരെ നിഗൂഢമായൊരു കാര്യത്തെപ്പറ്റിയാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു ചെറിയ പുസ്തകം. അതിനൊരു പ്രത്യേകതയുണ്ട്. വായിൽ തേൻ പോലെ മധുരിക്കും, പക്ഷെ വയറ്റിലെത്തിയ ഭയങ്കര കയ്പായിരിക്കും. എന്തായിരിക്കുമല്ലേ ഇത്? വാ, നമുക്കിതിന്റെ ചുരുളഴിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ ചെറിയ തുറന്നുവെച്ച പുസ്തകത്തിൽ തന്നെ തുടങ്ങാം. ആദ്യം തന്നെ ബൈബിളിൽ ഈ രംഗം എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ആ ശക്തനായ ദൂതന്റെ കയ്യിലിരിക്കുന്ന ആ ചെറിയ തുറന്ന പുസ്തകം, അത് ശരിക്കും എന്താണ്? ആ ഒരു രഹസ്യമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ രംഗം എത്ര ഗംഭീരമായിരിക്കും! ഒരു ഭീമാകാരനായ ദൂതൻ ഒരു കാൽ കടലിലും മറ്റേ കാൽ കരയിലും വെച്ച് നിൽക്കുന്നു. എന്നിട്ട് ആ ദൂതന്റെ കയ്യിൽ ഈ രഹസ്യം നിറഞ്ഞ ചെറിയ പുസ്തകമുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ പുസ്തകം തുറന്നതാണ് എന്നാണ് പറയുന്നത്. അതൊരു ചെറിയ ഡീറ്റെയിൽ ആണെന്ന് തോന്നാമെങ്കിലും അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയേ കാണാം. ഇനി നമുക്ക് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വിചിത്രമായ സ്വഭാവത്തിലേക്ക് വരാം. അതായത് ഇതിന്റെ രുചി. വായിൽ വെച്ചാൽ തേൻ പോലെ മധുരിക്കും, പക്ഷേ വയറ്റിലെത്തിയാൽ കയ്ക്കും. അതെ, ഈ പുസ്തകം വായിക്കാൻ മാത്രമല്ല, കഴിക്കാനുമുള്ളതായിരുന്നു. അതിന്റെ ഫലമോ വളരെ അത്ഭുതപ്പെടുത്തുന്നതും. ബൈബിളില് ഇത് വ്യക്തമായി പറയുന്നുണ്ട്. പ്രവാചകനായ യോഹന്നാനോട് ആ പുസ്തകം വാങ്ങി കഴിക്കാനാണ് ദൂതൻ പറയുന്നത്. യോഹന്നാൻ അത് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അതെന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു, എന്നാൽ അത് തിന്നപ്പോൾ എന്റെ വയറ് കഴിച്ചുപോയി. എന്നുവെച്ചാൽ സ്വീകരിക്കാൻ വളരെ സന്തോഷം തരുന്ന, പക്ഷേ ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു സന്ദേശം. അങ്ങനെയൊന്ന്. അപ്പോ ഈ ഒരു വ്യത്യാസം കണ്ടില്ലേ? വായിൽ മധുരം, വയറ്റിൽ കയ്പ്. എങ്ങനെയുള്ള ഒരു സന്ദേശത്തിനാണ് ഇങ്ങനെ ഒരു അനുഭവം തരാൻ കഴിയുക? അല്ലേ? ഇതിനൊരുത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് പിന്നോട്ടു പോകണം, പഴയ നിയമത്തിലേക്ക്. അവിടെ ചില സൂചനകളുണ്ട്. ഈ മധുരവും കയ്പും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ ശാപങ്ങളുടെ പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സത്യത്തിൽ എഴുതപ്പെട്ട ഒരു ശാപം കഴിക്കുക എന്ന ആശയം ബൈബിളിൽ ഇത് ആദ്യമായിട്ടല്ല വരുന്നത്. പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തില് അസൂയയുടെ പരീക്ഷണം എന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ വിശ്വസ്തതയിൽ സംശയം തോന്നിയാൽ നടത്തുന്ന ഒരു തരം ആചാരമായിരുന്നു അത്. എഴുതിയ വാക്കുകൾ, അതായത് ഒരു ശാപം, എങ്ങനെ ഒരു ശാരീരിക യാഥാർത്ഥ്യമായി മാറുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോ ആ പരീക്ഷണം എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമതായി, പുരോഹിതൻ ഒരു പുസ്തകത്തിൽ കുറച്ച് ശാപവാക്കുകൾ എഴുതും. രണ്ടാമതായി, ആ എഴുതിയ മഷി കൈപ്പുള്ള വെള്ളം എന്ന് വിളിക്കുന്ന ഒന്നിലേക്ക് കലക്കും. അതായത് ആ ശാപം വെള്ളത്തിൽ അലിഞ്ഞു ചേരും. മൂന്നാമതായി, സംശയത്തിന്റെ നിഴലിലുള്ള സ്ത്രീയെക്കൊണ്ട് ഈ വെള്ളം കുടിപ്പിക്കും. ഇനി അവർ കുറ്റക്കാരിയാണെങ്കിൽ അവരുടെ വയറ് വീർക്കുകയും ആ ശാപം ഫലിക്കുകയും ചെയ്യും. നിരപരാധിയാണെങ്കിലോ ഒന്നും സംഭവിക്കുകയുമില്ല. അപ്പൊ കണ്ടില്ലേ, എഴുതിയ ഒരു ശാപം എങ്ങനെയാണ് കൈപ്പേറിയ ഒരു ശാരീരിക അനുഭവമായി മാറുന്നതെന്ന്. ഈ അസൂയയുടെ പരീക്ഷണമെന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ. ഇത് ന്യായപ്രമാണത്തിൽ പറയുന്ന വലിയ ശാപങ്ങളുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. നിയമം അനുസരിച്ചില്ലെങ്കിൽ എഴുതപ്പെട്ട ശാപങ്ങളുണ്ടാകുമെന്ന ആശയം പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനൊരു നല്ല ഉദാഹരണമാണ് ആവർത്തന പുസ്തകം, അതിന്റെ 27-ാം അധ്യായം. ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചാൽ വരുന്ന ഓരോ ശാപങ്ങളെക്കുറിച്ചും അവിടെ വിശദമായി പറയുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംശയത്തിന്റെ കാര്യമല്ല, മറിച്ച് ദൈവവുമായുള്ള ഉടമ്പടി തെറ്റിച്ചാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ്. അതൊരു ചെറിയ ലിസ്റ്റൊന്നുമല്ല. വിഗ്രഹാരാധന, മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നത്, പലതരം ലൈംഗിക പാപങ്ങൾ, അയൽക്കാരനെ ഉപദ്രവിക്കുന്നത്, നീതി നിഷേധിക്കുന്നത്, കൊലപാതകം, അങ്ങനെ പോന്നു ആ ലിസ്റ്റ്. ഇതിനെല്ലാം പുറമെ ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യായപ്രമാണത്തിലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ചില്ലെങ്കിലും ശാപമുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ദൈവത്തിന്റെ ന്യായവിധി എപ്പോഴും എഴുതിവെക്കപ്പെട്ട ഒന്നായിരുന്നു. ശരി, അപ്പോ എഴുതപ്പെട്ട ശാപങ്ങളെക്കുറിച്ചുള്ള ഈ പഴയ നിയമത്തിലെ ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തിരിച്ച് വെളിപാടിലെ ആ ചെറിയ പുസ്തകത്തിലേക്ക് വരാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് കൂടിയോജിപ്പിച്ചു നോക്കാം. ഇവിടെയാണ് നമ്മൾക്ക് ആ ഉത്തരം കിട്ടുന്നത്. യോഹന്നാൻ ആ പുസ്തകം കഴിക്കുമ്പോൾ അനുഭവിക്കുന്ന മധുരം, അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് ഒരു സന്ദേശം ലഭിക്കുന്നതിന്റെ സന്തോഷമാണ്. അതൊരു വലിയ പദവിയാണല്ലോ. പക്ഷേ ആ പുസ്തകം വയറ്റിലെത്തുമ്പോൾ കഴിക്കുന്നതോ? അതാണ് ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം. അതായത് വരാനിരിക്കുന്ന ഭയാനകമായ ന്യായവിധിയും
ദൈവക്രോധവുമാണ് ആ കയ്പ്. ഇനി ഓർക്കുന്നുണ്ടോ ആ പുസ്തകം തുറന്നതാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്? അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ദാനിയേലിന്റെ പുസ്തകത്തിലും ഇതുപോലെ ഒരു പ്രവചന പുസ്തകമുണ്ട്, പക്ഷേ അത് അവസാന കാലം വരെ മുദ്ര വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വെളിപാടിലെ ഈ പുസ്തകം അങ്ങനെയല്ല, അത് തുറന്നതാണ്. ഇതിനർത്ഥമെന്താ? രഹസ്യങ്ങളുടെ കാലം കഴിഞ്ഞു, ഇനി ന്യായവിധിയുടെ സമയമാണ് വന്നിരിക്കുന്നത് എന്നാണ്. അങ്ങനെ നമ്മൾ ഈ പഠനത്തിന്റെ കാതലായ ഭാഗത്തേക്കെത്തുകയാണ്. ഈ ചെറിയ തുറന്ന പുസ്തകമെന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അന്തിമ ന്യായവിധിയുടെയും ക്രോധത്തിന്റെയും ഒരു പ്രതീകമാണ്. കാലങ്ങളായി നിയമം ലംഘിച്ച ലോകത്തിനുമേൽ ചൊരിയാനായി ശേഖരിച്ചുവെച്ച ന്യായപ്രമാണത്തിലെ എല്ലാ ശാപങ്ങളും ആ പുസ്തകത്തിലുണ്ട്. എഴുതപ്പെട്ട ന്യായവിധി അതിന്റെ പൂർണ്ണരൂപത്തിൽ വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരുമല്ലേ? ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളും അനുസരിക്കാത്തവർക്ക് ശാപങ്ങളുമുണ്ടെങ്കിൽ ആ അന്തിമ ന്യായവിധി വരുന്നത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു തുറന്ന പുസ്തകത്തിൽ നിന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? നീതിയെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും നമ്മുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ചോദ്യമാണിത്.